നിങ്ങളിവിടെ വന്നു ഇന്ന് ഈ നിമിഷം ഈ ഹൃദയത്തോടൊപ്പം. ഒരുപക്ഷെ ഒരു കാത്തിരിപ്പുണ്ട്. ഒരുപക്ഷെ അത് ഒരു ദിവസത്തെ കാത്തിരിപ്പല്ല, ഒരു മാസമോ ഒരു വർഷമോ, ഒരുപക്ഷെ അതിലും കൂടുതലോ. ഒരു കാര്യം, ഒരൊറ്റ കാര്യം. ഒരുപക്ഷെ ആ ഒരു കാര്യം ഇനിയും ഉണ്ടായിട്ടില്ല. ആ കാത്തിരിപ്പ് ഭാരമാണ്. ആ കാത്തിരിപ്പ് ചിലപ്പോൾ ക്ഷീണമാണ്. ആ കാത്തിരിപ്പ് ഉള്ളിൽ ഒരു ചോദ്യമാണ്. ഇനി ഉണ്ടാകുമോ? ആ ചോദ്യം തെറ്റല്ല. ആ ക്ഷീണം ദൈവം കാണുന്നുണ്ട്. ആ കാത്തിരിപ്പ് ദൈവം അറിയുന്നുണ്ട്. ആ ആശ ദൈവം ഏൽക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നില്ല. ദൈവം ഈ കാത്തിരിപ്പിൽ കൂടെയുണ്ട്. ദൈവം ഈ ആശയ്ക്ക് മുഖം കൊടുക്കുന്നു. ദൈവം ഈ ഹൃദയം കൈപിടിക്കുന്നു. ഇന്ന് ഈ ദിവസം ദൈവം ഉണർന്നിരിക്കുന്നു. ഇന്ന് ഈ ദിവസം ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഒന്നിരിക്കൂ, ഒന്ന് ശ്വസിക്കൂ. ദൈവം ഉള്ളിൽ സംസാരിക്കട്ടെ. ആരംഭിക്കാം. കർത്താവെ, ഉണർന്ന് എഴുന്നേൽക്കുന്നു. ആ ഒരു ചിന്ത ആദ്യം വരുന്നു, ഇന്നെങ്കിലും ഉണ്ടാകുമോ? ജോലിക്ക് പോകുന്നു, ആ ചിന്ത കൂടെ വരുന്നു. ഭക്ഷണം കഴിക്കുന്നു, ആ ആശ അകലുന്നില്ല. രാത്രി ഉറങ്ങാൻ ശ്രമിക്കുന്നു, ആ ഒരൊറ്റ ചോദ്യം, ഇനിയും കാത്തിരിക്കണോ? ഉള്ളിൽ ഉറക്കമില്ലാതെ ഇരിക്കുന്നു. ഒരൊറ്റ കാര്യം, ഒരൊറ്റ ദൈവ ഇടപെടൽ, ഒരൊറ്റ അത്ഭുതം. ആ ഒരൊറ്റ കാര്യം ഇനിയും ഉണ്ടായിട്ടില്ല. ചില ദിവസങ്ങൾ ആ ഒരൊറ്റ ഉത്തരമുണ്ടെങ്കിൽ ഇനി ഒന്നും വേണ്ടതില്ല എന്ന് തോന്നും. ആ ആരോഗ്യം, ആ ജോലി, ആ ബന്ധം, ആ കടമിളക്കൽ, ആ കുഞ്ഞ്, ആ ഉത്തരം, ആ ഒരൊറ്റ കാര്യം. ദൈവമേ, ഈ ഹൃദയം, ഈ ആശ ഇന്ന് നിൻ്റെ മുമ്പിലുണ്ട്. ഈ ക്ഷീണം ദൈവം കാണുന്നുണ്ട്. ഈ നീണ്ട കാത്തിരിപ്പ് ദൈവം അറിയുന്നുണ്ട്. ദൈവം ഇനി ഉത്തരം തരുമോ? ആ ഒരൊറ്റ ചോദ്യം ഈ ഹൃദയത്തിലുണ്ട്. ആ ചോദ്യം ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം ആ ഹൃദയം മറന്നിട്ടില്ല. ദൈവം ആ ആശ ഒഴിഞ്ഞു പോകുന്നതായി കണക്കാക്കിയിട്ടില്ല. ദൈവം ഇന്നും ഇവിടെയുണ്ട്. കർത്താവെ, കാത്തിരിക്കുമ്പോൾ ഒരു ചിന്ത വരും, ദൈവം ഇടപെടുന്നുണ്ടോ? ദൈവം ഈ ആശംസ കേൾക്കുന്നുണ്ടോ? ഇത്ര കാലം കഴിഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ലല്ലോ. ദൈവമുണ്ടോ? ആ ചോദ്യം ദൈവം ഭയക്കുന്നില്ല. ആ ചോദ്യം ദൈവം ദേഷ്യത്തോടെ നോക്കുന്നില്ല. ദൈവം ആ ചോദ്യം ഏൽക്കുന്നു. ഒരു കാര്യം ഉറക്കെ പറയട്ടെ, ദൈവ സംരക്ഷണം കാണാതിരുന്നാലും യഥാർത്ഥമാണ്. ദൈവ ഇടപെടൽ ഉത്തരം ഇതുവരെ ഉണ്ടായില്ലെങ്കിലും നടക്കുന്നുണ്ട്. കാണാത്ത ഇടങ്ങളിൽ ദൈവം ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട്. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിൽ ദൈവം ഇതിനകം ചലിക്കുന്നുണ്ട്. ഇനിയും വന്നിട്ടില്ലാത്ത ഉത്തരം ദൈവ കൈകളിൽ ഇതിനകം ഉരുങ്ങുന്നുണ്ട്. ഒന്നും സംഭവിക്കാതെ കടന്നുപോയ ദിവസങ്ങളും ദൈവം ഉണ്ടായിരുന്ന ദിവസങ്ങളാണ്. ദൈവം ആ ഹൃദയം ഒഴിഞ്ഞു പോകാതെ, ആ ആശ കെടാതെ സൂക്ഷിച്ചതും ദൂഷിച്ചതും ദൈവം ചെയ്തതാണ്. ദൈവം മുന്നിലുണ്ട്, ദൈവം പിന്നിലുണ്ട്. ദൈവം ഈ കാത്തിരിപ്പിൻ്റെ ചുറ്റുമുണ്ട്. ഈ അത്ഭുതം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവം ഒരിക്കലും ഒരു ഹൃദയത്തെ ശൂന്യമായി കൊണ്ടുപോകുന്നില്ല. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചു യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ വാക്കുകളൊന്ന് ഉള്ളിലേൽക്കട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. ഇതുവരെ ഉണ്ടായില്ല, പക്ഷേ ലഭിച്ചു എന്ന് ഭൂതകാലത്തിൽ ദൈവം പറഞ്ഞു. ഇതൊരു പ്രത്യേക ഭാഷയാണ്, ദൈവത്തിൻ്റെ ഭാഷ. ദൈവം കാലം കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടില്ലല്ലോ. ദൈവം ഇന്നലെ, ഇന്ന്, നാളെ ഒരേ ദൈവമാണ്. ലഭിച്ചു. ദൈവദൃഷ്ടിയിൽ ആ അത്ഭുതം ഇതിനകം ഒരുങ്ങി. ആ ജയം ദൈവദൃഷ്ടിയിൽ ഇതിനകമുണ്ട്. ആ ഉത്തരം ദൈവദൃഷ്ടിയിൽ ഇതിനകം ഒരുങ്ങി. ആ അത്ഭുതം ദൈവദൃഷ്ടിയിൽ ഇതിനകം നടന്നു. ഇനി ഈ ഹൃദയം ലഭിക്കും എന്ന് മാത്രം കാത്തിരിക്കേണ്ടതില്ല. ലഭിച്ചു എന്ന് ദൈവം ഇതിനകം ഉറപ്പ് തന്നു. ആ ഉറപ്പ് ഈ ഹൃദയമേൽക്കട്ടെ. ആ ഉറപ്പ് ഉള്ളിലിരിക്കട്ടെ. ദൈവം ഉത്തരം തരും. ഇതൊരു ആഗ്രഹം മാത്രമല്ല, ഇത് ദൈവവചനമാണ്. ദൈവവചനം ദൈവം ഒരിക്കലും തിരിച്ചെടുക്കുന്നില്ല. കർത്താവെ, ഒരൊറ്റ അത്ഭുതം കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട്. ഒരു ഭർത്താവ്, ജോലി ഇനിയും ശരിയായിട്ടില്ല, ഉള്ളിൽ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നു. ഒരു ഭാര്യ, ആ ഒരൊറ്റ ആശ, ഒരൊറ്റ ഉത്തരം ദൈവം തരുമോ എന്ന ഉള്ളിൽ ചോദ്യമാണ്. ഒരമ്മ, മകന്/മകൾക്ക് വേണ്ടി ഒരൊറ്റ അത്ഭുതം, ഒരൊറ്റ ദൈവ ഇടപെടൽ. ഒരച്ഛൻ, കുടുംബത്തിന് വേണ്ടി ഒരൊറ്റ ദൈവകൃപ, ഒരൊറ്റ ആശ്വാസം. ഒരു യുവാവ്, ഭാവി, ഒരൊറ്റ വഴി, ഒരൊറ്റ ദൈവാത്ഭുതം.
ഇവർക്ക് വേണ്ടി ദൈവം ഇടപെടണേ. കർത്താവെ, ഈ ഓരോ ഹൃദയത്തിലേക്കും ദൈവ ഉത്തരമിറക്കണേ. ഈ ഓരോ കാത്തിരിപ്പിനും ദൈവകൃപ ഉണ്ടാകണേ. ഈ ഓരോ ആശയ്ക്കും ദൈവ ഇടപെടൽ ഉണ്ടാകണേ. കർത്താവെ, ഈ കുടുംബം ആ ഒരൊറ്റ അത്ഭുതം ഇന്ന് ദൈവം കൊടുക്കണേ. കർത്താവെ, ഈ ഭവനത്തിൽ ദൈവകൃപ ഇന്ന് ഒഴുകണേ. ഈ ഭവനത്തിൽ ദൈവ ഉത്തരം ഇന്നിറങ്ങണേ. ഈ ഭവനത്തിൽ ദൈവ അത്ഭുതം ഇന്നുണ്ടാകണേ. ദൂരത്തുള്ളവർ ദൈവം കൂടെ ഉണ്ടാകണേ. ഒറ്റയ്ക്കിരിക്കുന്നവർ ദൈവ ഉറപ്പുണ്ടാകണേ. ക്ഷീണിച്ചവർ ദൈവശക്തി ഉണ്ടാകണേ. ആദ്യ പ്രാർത്ഥനാ പാളി ശ്രോതാവിനായി കർത്താവെ, ഈ ഹൃദയം ഇന്ന് നിൻ്റെ മുമ്പിലുണ്ട്. ഈ ആശ, ഈ ഒരൊറ്റ ആശ ഇന്ന് നിൻ്റെ കൈകളിലിടുന്നു. ഇത്ര കാലം കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ഇതുവരെ ദൃശ്യമല്ല. ഇത്ര ആഗ്രഹിച്ചിട്ടും ആ ഒരൊറ്റ കാര്യം ഇനിയും ഉണ്ടായില്ല. കർത്താവെ, ഇന്ന് ഈ ഹൃദയം പറയുന്നു, ദൈവം ഉത്തരം തരും. ഭയത്തോടൊപ്പം ഈ ഉറപ്പ്, ക്ഷീണത്തോടൊപ്പം ഈ ഉറപ്പ്, ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോടൊപ്പം ഈ ഉറപ്പ്, ദൈവം ഉത്തരം തരും. കർത്താവെ, ഈ ദിവസം, ഈ ഒരൊറ്റ ദിവസം ദൈവം ഇടപെടണേ. ആ ആരോഗ്യം ദൈവം കൊടുക്കണേ. ആ ജോലി ദൈവം തുറക്കണേ. ആ ബന്ധം ദൈവം സൗഖ്യമാക്കണേ. ആ കടം ദൈവം ഒഴിക്കണേ. ആ ഉത്തരം ദൈവം ഇന്ന് നൽകണേ. ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. ഈ ഹൃദയം ഇന്ന് ആ വിശ്വാസമേൽക്കുന്നു. കർത്താവെ, ഈ വിശ്വാസം, ഈ ഉറപ്പ്, ഈ ആശ ദൈവം ഇന്നൊടുക്കണേ. രണ്ടാം പ്രാർത്ഥനാപാളി കുടുംബത്തിനും അടുത്തവർക്കും കർത്താവെ, ഈ ഹൃദയത്തിൽ ഒരൊറ്റ ആശ മാത്രമുള്ളവരുണ്ട്. ഭർത്താവ്, ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി, ദൂരത്തുള്ളവർ, അടുത്തുള്ളവർ, ഇവരോരോരുത്തരും ഒരൊറ്റ അത്ഭുതം കാത്തിരിക്കുന്നു. കർത്താവെ, ആ ഓരോ ഹൃദയത്തിലും ദൈവ ഉത്തരമുണ്ടാകണേ. ഭർത്താവ്, ആ ഒരൊറ്റ ജോലി ദൈവമിന്ന് തുറക്കണേ. ഭാര്യ, ആ ഒരൊറ്റ ആശ ദൈവമിന്ന് ഒടുക്കണേ. മക്കൾ, ആ ഒരൊറ്റ ഭാവി ദൈവമിന്ന് ഉറപ്പ് നൽകണേ. ഈ കുടുംബം ഒരൊറ്റ ദൈവകൈ ഇന്ന് ഈ ഓരോ ഹൃദയത്തിലും ഉണ്ടാകണേ. ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നവർ ദൈവം കൂടെയുണ്ടെന്ന ഉറപ്പ് ഇന്ന് ഏൽക്കട്ടെ. ക്ഷീണിച്ചവർ ദൈവശക്തി ഇന്നുണ്ടാകട്ടെ. ഇനിയും കാത്തിരിക്കണോ എന്ന് ചോദിക്കുന്നവർ ദൈവം ഇതിനകം ഉത്തരമൊരുക്കിയെന്ന ഉറപ്പ് ഇന്നുണ്ടാകട്ടെ. കർത്താവെ, ഈ കുടുംബം ദൈവകൈ ഒരിക്കലും ഒഴിഞ്ഞു പോകരുതേ. മൂന്നാം പ്രാർത്ഥനാ പാളി സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി കർത്താവെ, ഇത്ര കാലം ഈ ആശ കെടാതെ ഇരിച്ചതും ദൈവം ചെയ്തതാണ്. ഇത്ര കാലം ഇനി ദൈവം ഉത്തരം തരില്ല എന്ന് ഉള്ളിൽ ഉറഞ്ഞു പോകാതിരുന്നതും ദൈവം ചെയ്തതാണ്. ഇത്ര കാലം ഈ ഹൃദയം ഈ ആശ ഒഴിഞ്ഞു കളയാതിരുന്നതും ദൈവം ചെയ്തതാണ്. ഇതിനായി നന്ദി ദൈവമേ. ദൈവം ഈ ആശ ഒഴിഞ്ഞു കളഞ്ഞില്ല. ദൈവം ഈ ഹൃദയം ഒഴിഞ്ഞു വിട്ടിട്ടില്ല. ദൈവം ഈ ആഗ്രഹം കേൾക്കാതിരുന്നില്ല. ദൈവം ഇതിനകം കാണാത്ത ഇടങ്ങളിൽ ഇടപെടുന്നുണ്ട്. ദൈവം ഇതിനകം അടഞ്ഞ വാതിലുകൾ ഒരുക്കുന്നുണ്ട്. ദൈവം ഇതിനകം ഉത്തരം ഒരുങ്ങുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ദൈവ ഉത്തരമുണ്ടാകണേ. ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവകൃപ ഒഴുകണേ. കർത്താവെ, ഈ ജീവിതം ദൈവ കൈ ഒഴിഞ്ഞു പോകരുതേ. ഈ ഹൃദയം ദൈവ ആശ്വാസം ഒഴിഞ്ഞു പോകരുതേ. ദൈവ ഉത്തരം, ദൈവ അത്ഭുതം ഇന്നുണ്ടാകട്ടെ. നാലാം പ്രാർത്ഥനാ പാളി പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായി കർത്താവെ, ഒരു ഭയമുണ്ട്. ഇനി ദൈവം ഉത്തരം തരില്ലെങ്കിൽ ആ ഒരൊറ്റ ഭയം. ഇത്ര കാലം കഴിഞ്ഞിട്ടും ഉണ്ടായില്ല, ഇനി ഉണ്ടാകില്ല. ആ ഒരൊറ്റ ഇരുണ്ട ചിന്ത. ആ ഭയം ആർക്കും പറഞ്ഞിട്ടില്ല. ആ ചിന്ത ഒളിഞ്ഞ് ഉള്ളിലിരിക്കുന്നു. ദൈവം ആ ഭയം അറിയുന്നു. ദൈവം ആ ഇരുണ്ട ചിന്ത കാണുന്നു. ദൈവം ആ ഇനി ഉണ്ടാകില്ല എന്ന ഭയമേൽക്കുന്നു. കർത്താവെ, ആ ഭയത്തിലേക്ക് ദൈവ ഉറപ്പിറങ്ങി ചെല്ലണേ. ദൈവം ഉത്തരം തരും. ആ ഉറപ്പ് ആ ഭയത്തെ ഉരുക്കട്ടെ. ദൈവം ഒഴിഞ്ഞു പോകുന്നില്ല. ആ ഉറപ്പ് ആ ഇരുട്ടിനെ ഓടിക്കട്ടെ. ദൈവം ഈ ഹൃദയം ഒഴിഞ്ഞു കളഞ്ഞില്ല. ആ ഉറപ്പ് ഉള്ളിലിരിക്കട്ടെ. കർത്താവെ, ഇത്ര കാലം ഈ ഹൃദയം ദൈവ ഉത്തരം ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ദിവസം ദൈവം ഇടപെടണേ. ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. ഈ ഉറപ്പ് ഇന്ന് ഈ ഹൃദയമേൽക്കട്ടെ. ദൈവം ഉത്തരം തരും. ഈ ഉറപ്പ് ആ ഭയത്തെ ഒഴിക്കട്ടെ. ദൈവ അത്ഭുതം ഇന്നുണ്ടാകും. ഈ ഉറപ്പ് ഉള്ളിലിരിക്കട്ടെ. ദൈവ ഉത്തരം ഇന്ന് ഉണ്ടാകട്ടെ. ദൈവകൃപ
ഇന്ന് ഒഴുകട്ടെ. ദൈവ അത്ഭുതം ഇന്ന് ഈ ജീവിതത്തിൽ ഇറങ്ങട്ടെ. ഈ പ്രാർത്ഥന ഒരിക്കൽ കേട്ടതുകൊണ്ട് ആ ആശ ഒടുങ്ങുന്നില്ല. ഒരൊറ്റ ദിവസം, ഒരൊറ്റ പ്രാർത്ഥന, ഒരൊറ്റ ഉറപ്പ്, ഒരൊറ്റ ദൈവ ഉറപ്പ്. ഒരൊറ്റ ദൈവ ഉറപ്പ്, ദൈവ ഉത്തരം ഉണ്ടാകും. ഇനിയും ഇവിടെ വരൂ, ഇനിയും ദൈവ ഉറപ്പ് ഏൽക്കൂ. ഒരു ക്ഷീണമേറിയ ദിവസം ഈ പ്രാർത്ഥന വീണ്ടും കേൾക്കൂ. ദൈവം ഉത്തരം തരില്ലേ എന്ന ഒരൊറ്റ ചിന്ത വരുമ്പോൾ ഈ വാക്കുകൾ വീണ്ടും ഉള്ളിലിരുത്തൂ. ദൈവ ഉത്തരം, ഒരൊറ്റ ദൈവ ഉറപ്പ് ഉണ്ടാകും. ഇതൊരൊറ്റ ഹൃദയത്തിന് ആശ്വാസമാകും എന്ന് തോന്നുന്നെങ്കിൽ ആ ഒരൊറ്റ ഹൃദയത്തിലേക്ക് ഇത് ഇന്ന് അയക്കൂ. കർത്താവെ, ഈ ദിവസം ദൈവം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാത്തിരിപ്പ് ഒറ്റയ്ക്ക് ഏൽക്കേണ്ടി വന്നില്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഈ ആശ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നില്ല. ദൈവം ഈ ഹൃദയം ഏൽക്കുന്നു. ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. ഈ ദൈവവചനം ഈ ഹൃദയത്തിൽ ഉറക്കട്ടെ. ദൈവ ഉത്തരം വരും. ദൈവ അത്ഭുതം ഉണ്ടാകും. ദൈവകൃപ ഒഴുകും. ഇന്ന് രാത്രി ദൈവശാന്തി ഈ ഹൃദയത്തിലിരിക്കട്ടെ. ഈ ഒരൊറ്റ ആശ ദൈവ കൈകളിലിടൂ. ദൈവം ഏൽക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ആഗ്രഹം ദൈവ ഹൃദയത്തിലിടൂ. ദൈവം ഏൽക്കുന്നുണ്ട്. ദൈവം ഒരൊറ്റ ഹൃദയത്തെ ഒഴിഞ്ഞു കൊണ്ടുപോകുന്നില്ല. ഉറങ്ങൂ. ദൈവ ഉത്തരം ഇതിനകം ഒരുങ്ങുന്നുണ്ട്. ദൈവ അത്ഭുതം ഇതിനകം വഴിയിലുണ്ട്. ദൈവം ഈ ഹൃദയം ഒഴിഞ്ഞു വിടുന്നില്ല. ആമേൻ.